പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ കർഷകൻ മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് നാട്ടുകാരുടെ വൻ പ്രതിഷേധം. തേക്കുവട്ട സ്വദേശി ശാന്തകുമാറിന്റെ മരണത്തിൽ അട്ടപ്പാടി താവളത്ത് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാതെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിക്കില്ല എന്നായിരുന്നു നാട്ടുകാരുടെ നിലപാട്. പോകുമ്പോൾ മാനുകൾ ചാടിയും അവർ വണ്ടി ചെറിഞ്ഞപ്പോൾ അവർ മരിച്ചു. കുട്ടിക്ക് ചെറിയ പേർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല പരുക്കും പറ്റി. പിന്നെ നട്ടെലുമ്പ് പൊട്ടിയും ഇരിക്കുകയാണ്. പിന്നെ 2 കുട്ടികളും പെൺകുട്ടികൾ ആ സ്കൂളിൽ പഠിക്കേണ്ട. ഇതുവരെ ആരും വന്നിട്ട് ഒരു ഇതും ചോദിച്ചിട്ടുമില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല, ഇതുവരെ ഒന്നും കേട്ടിട്ടുമില്ല. ശാന്തകുമാറിന്റെ കുടുംബത്തിൽ ഒരാൾക്ക് താൽക്കാലിക ജോലി, നഷ്ടപരിഹാരം എന്നിവ ഉൾപ്പെടെ പ്രതിഷേധക്കാർ ഉയർത്തിയ ആവശ്യങ്ങൾ DFO അംഗീകരിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ശാന്തകുമാറിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. പാലക്കാട് അട്ടപ്പാടിയിൽ ഇതിനിടെ വീണ്ടും കാട്ടാന ഇറങ്ങി. കോട്ടത്തറ മുള്ളി റോഡിൽ സ്വകാര്യ ബസിന് മുന്നിൽ കാട്ടാനയെത്തി. വിവരങ്ങളുമായി ഇപ്പോൾ പാലക്കാട് നിന്ന് ഐഷത്തുൽ ഷംനയാണ് ചേരുന്നത്. വിവരങ്ങളുമായി ഷംന, വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. വീണ്ടും കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു മേഖലയിൽ. എന്തൊക്കെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 4 മരണങ്ങളാണ് കാട്ടാന ആക്രമണത്തിൽ. 4 പേരാണ് ഈ മേഖലയിൽ കൊല്ലപ്പെട്ടത്. ഇങ്ങനെ നിരന്തരം കാട്ടാന ശല്യമുള്ള ഒരു മേഖലയാണ്. ഒപ്പം തന്നെ പുലി, മറ്റ് വന്യമൃഗങ്ങൾ, ഇതൊക്കെ നിരന്തരം ഈ മേഖലയിൽ താവളം മുള്ളി റോഡ് ഭാഗത്ത് എത്തുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഈ നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കി രംഗത്തെത്തിയത്. കാരണം കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ഒരു മാൻ കുറുകെ ചാടി ഓട്ടോറിക്ഷ ഡ്രൈവറായ സുബ്രഹ്മണ്യൻ മരിച്ചത്. ഈ സമയത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ആരെങ്കിലും കൊല്ലപ്പെടുമ്പോൾ മാത്രം അധികൃതർ എത്തി ചില വാഗ്ദാനങ്ങൾ നൽകും. അതിനപ്പുറത്തേക്ക് ഈ ആനയെയും മറ്റ് വന്യമൃഗങ്ങളെയും ഒക്കെ തുരത്താൻ, ഇവർക്ക് ജീവന് തന്നെ ഒരു സുരക്ഷ ഉറപ്പാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതോടുകൂടിയാണ് ഇന്ന് വലിയ രീതിയിൽ നാട്ടുകാരുടെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നത്. അട്ടപ്പാടിയിൽ പൂർണ്ണമായും ഈ മുള്ളി റോഡ് ഉപരോധിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. ഇതോടുകൂടി പിന്നെ മണ്ണാർക്കാട് DFO അബ്ദുൽ ലത്തീഫ് എത്തി ഈ നാട്ടുകാരുമായി സംസാരിച്ചു. ഇവർ പ്രധാനമായും ഉയർത്തിയ ചില ആവശ്യങ്ങളുണ്ട്. അതായത് ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇയാൾക്ക് വേണ്ടിയുള്ള ധനസഹായം, ഒപ്പം തന്നെ നേരത്തെ ഈ മാനിടിച്ച് മരിച്ച സുബ്രഹ്മണ്യന്റെ കുടുംബത്തിന് ധനസഹായം, ഇവർക്ക് 2 പേരുടെയും കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി, താൽക്കാലികമായ ഒരു ജോലി, ഇങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉയർത്തിയിരുന്നു. മറ്റൊന്ന്, ഈ കാട്ടാനയെ സ്ഥിരമായി മേഖലയിൽ നിന്ന് തുരത്തുക എന്നതുൾപ്പെടെ ഉള്ളതായിരുന്നു ആവശ്യങ്ങൾ. ഇതോടുകൂടി DFO സ്ഥലത്തെത്തി ഇവരുമായി സംസാരിച്ച് അതിനൊക്കെ ഇപ്പോൾ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ആനയെ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ദൗത്യം. അതായത് ഈ 4 പേരെയും കൊന്നത് ഒരേ ആന തന്നെയാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകണം. ഇതിനായുള്ള അന്വേഷണം നടത്തും. പ്രത്യേക സംഘത്തെ നിയോഗിക്കും. അതിനുശേഷം ഈ ആനയെ മേഖലയിൽ നിന്ന് തുരത്തും. ഇനി അത് പോസിബിൾ ആയില്ലെങ്കിൽ മാത്രം ഈ ആനയെ റീലൊക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിലേക്ക് അതടക്കം നടപടി ഉണ്ടാകുമെന്നാണ് DFO ഉറപ്പ് നൽകിയത്. മറ്റൊന്ന്, ഈ മരിച്ചവരുടെ കുടുംബത്തിനുള്ള ധനസഹായം അത് എത്രയും പെട്ടെന്ന് ഉറപ്പാക്കും. ഒപ്പം തന്നെ ഇവരുടെ കുടുംബത്തിന് ഒരു താൽക്കാലിക ജോലി, ഭാര്യയ്ക്കോ മറ്റാർക്കെങ്കിലും ഒരു താൽക്കാലിക ജോലിയും DFO ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഈ കാട്ടുപന്നി ഉൾപ്പെടെയുള്ളവ മേഖലയിൽ സ്ഥിരമായി എത്തുന്ന ഒരു ഗതിയുണ്ട്. ഇതൊക്കെ മറ്റുയർന്ന ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച ശേഷം ഇതിലൊക്കെ എന്ത് നടപടി എടുക്കാൻ കഴിയുമെന്ന കാര്യത്തിലും ഉടനടി ഒരു തീരുമാനമുണ്ടാകും. അത് ഇവരെ അറിയിക്കുമെന്നുകൂടി DFO ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും DFOന്റെ ഉറപ്പിന്മേലാണ് താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചത്. കാരണം ഈ മരിച്ച ആളുടെ, ശാന്തകുമാറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനടക്കം വിട്ടു നൽകില്ല. കാരണം നിരന്തരം ഈ കാട്ടാന ആക്രമണത്തിൽ ആളുകൾ മരിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ വെറും വാഗ്ദാനങ്ങളായി മാത്രം ചിലതൊക്കെ ഒതുങ്ങി പോവുകയാണ്. അധികൃതർ ആ സമയത്ത് മാത്രമാണ് എത്തുന്നത്. ഇതുകൊണ്ട് തന്നെ ഇനി ഇതിലൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നത് വരെ സമരം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാവിലെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള റോഡ് ഉപരോധം വരെയുള്ള പ്രതിഷേധങ്ങൾ നടന്നത്. എന്തായാലും ഈ പ്രതിഷേധം തുടരുന്നതിനിടെ DFO സ്ഥലത്തെത്തി. പക്ഷെ അപ്പോഴും കളക്ടർ ഉൾപ്പെടെയുള്ള മറ്റു ഉദ്യോഗസ്ഥരാരും എത്തിയില്ല എന്നൊരു ആരോപണം, ഒരു ആക്ഷേപം കൂടി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ DFOയുടെ ഉറപ്പിന്മേൽ താൽക്കാലികമായാണ് ഇപ്പോൾ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ ഉടനടി നടപടി ഉണ്ടായില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഉറപ്പ് നൽകിയ വാഗ്ദാനങ്ങളൊക്കെ അത് നടപ്പാക്കിയില്ലെങ്കിൽ വീണ്ടും ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നാട്ടുകാർ അറിയിച്ചത്. മറ്റൊന്ന്, ഈ മേഖലയിൽ ഇപ്പോഴും ആനശല്യം തുടരുകയാണ്. ഇന്നും ഇപ്പോൾ ഈ കോട്ടത്തറ മുള്ളി റോഡിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന കാട്ടാന ആ മേഖലയിൽ തന്നെ തുടരുകയാണോ?
പക്ഷേ കാട്ടാനയെ ഇപ്പോൾ നാട്ടുകാർ ചേർന്ന് തുരത്തിയിട്ടുണ്ട്. പക്ഷേ ഈ മുള്ളി റോഡിൽ, അതായത് ഈ താവളം മുള്ളി റോഡ്, കൊടത്തറ മുള്ളി റോഡ്, ഈ മേഖലയിലൊക്കെ സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു വൈകുന്നേരമായി കഴിഞ്ഞാൽ 6 മണിക്ക് ശേഷമൊക്കെ ഈ ആന ഇവിടെ മേഖലയിൽ നിലയുറപ്പിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇതുകൂടി ഇന്ന് നാട്ടുകാർ ഉയർത്തിയിരുന്നു, ഈ വിഷയം കൂടി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇനി ഈ മുള്ളി റോഡിൽ രാത്രികാല പെട്രോളിംഗ് ഉണ്ടാകുമെന്നും DFO ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ RRTക്ക് 3 സംഘങ്ങളാണ് നിലവിലുള്ളത് ഈ അട്ടപ്പാടി മേഖലയിൽ. ഈ 3 സംഘങ്ങളെ കൊണ്ട് നിലവിൽ ഈ ആനകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സംഘത്തിന്റെ എണ്ണം കൂട്ടുന്നതടക്കമുള്ള നടപടികൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി തീരുമാനിച്ച ശേഷം, ചർച്ച ചെയ്ത ശേഷം അതിലൊക്കെ നടപടി ഉണ്ടാകുമെന്നുകൂടി ഇപ്പോൾ DFO ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇറങ്ങിയ ഈ കാട്ടാനയെ തുരത്തിയിട്ടുണ്ട്. ഉന്മേഷ്. ശരി, ഷംനയാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.